മാനേജ്മെന്റും ചില പേഴ്സണൽ ട്രെയിനേഴ്സും ഒക്കെ നമ്മുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയെ കാര്യമായിട്ട് നശിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. പല ജിം ഓണേഴ്സും ഈ ഒരു ഫിറ്റ്നസ് പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ആസ് എ ജിം ഓണർ, ആസ് എ പ്രാക്ടീസിങ് പേഴ്സണൽ ട്രെയിനർ, എനിക്ക് മനസ്സിലായിട്ടുള്ളതും എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗവർണൻസ് ഇല്ലാത്തതുകൊണ്ട്, അതൊരു അതോറിറ്റി ഇല്ല. ബോഡി ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അസോസിയേഷൻസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും എപ്പം എങ്ങനെയാണ് ജിം തുടങ്ങാം, അതിന് ക്വാളിറ്റി ഉണ്ടോ, ആ വ്യക്തി ഇതിന് പറ്റിയതാണോ എന്ന് ആരും അന്വേഷിക്കാറില്ല. രണ്ട്, ഫിറ്റ്നസ് ട്രെയിനർ ആവുക അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനർ ആവുക എന്നുള്ളത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വേറൊരു ജോലിയിലായിരിക്കും. അത് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഒരു ജിമ്മിൻ്റെ ഭാഗമായി അവിടെ തുച്ഛമായ ഒരു വരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അവർ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിലിട്ട് ഒഴിവാക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരും നമ്മളെ ഈ ഇൻഡസ്ട്രീനെ ഡൗൺഫോളിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി അവരെ ഹയർ ചെയ്യുന്ന ആ ജിം ഓണേഴ്സും. 3, ഈസി അവൈലബിലിറ്റി ഓഫ് സർട്ടിഫിക്കേഷൻസ്. ഇന്ന് കേരളം എന്ന് പറയുന്നത് ഫിറ്റ്നസ് അക്കാഡമീസ് കൊണ്ട് നിറഞ്ഞിരിക്കും. നിങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആരും ചോദിക്കുന്നില്ല. യു അപ്രോച്ച് ആൻ അക്കാഡമി, യു ആർ ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ്സ്, അതും ലേറ്റസ്റ്റ് ലെവലിലൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അറിയാമോ, ലെവൽ 1 കഴിഞ്ഞാണോ, ലെവൽ 2 കഴിഞ്ഞാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുമെന്ന് ആരും ചോദിക്കുന്നില്ല. നിങ്ങളൊരു 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇരിക്കുക. കഷ്ടപ്പെട്ട് ഇതിനെ പാഷനായിട്ട് സ്വീകരിച്ച് ഇതിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായി പിന്നെ സർട്ടിഫൈ ചെയ്ത് വരുന്ന ഒരാളുടെ ഒരു മനോഭാവം ആലോചിക്കുകയും അയാൾ ഇത് ഏൺ ചെയ്യാണ്. മറ്റുള്ള ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാനും ഇന്ന് സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനറാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ 2000, 3000 ഒക്കെ മതി ആസ് എ പേഴ്സണൽ ട്രെയിനർ എന്നുള്ളത്. ഇന്നും നിങ്ങൾ 1000, 1500 നിങ്ങൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിമെമ്പർ, ക്വാളിറ്റി കംസ് വിത്ത് എ പ്രൈസ്. ഇത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് സോ കോൾ ഫിറ്റ്നസ് ട്രെയിനറാൾ ട്രെയിൻ ചെയ്യപ്പെടണോ അതോ നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ഫിറ്റ്നസ് റിക്വയർമെൻറ്റ് മനസ്സിലാക്കി നിങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാം തരുന്ന ട്രെയിനറിൻ്റെ കൂടെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി കണ്ടിന്യൂ ചെയ്യണം.